പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത്ര ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. നിങ്ങളീ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ, നിങ്ങളീ പ്രാർത്ഥന കഴിഞ്ഞെങ്കിലും ഇത് യൂട്യൂബിൽ ഈ പ്രാർത്ഥന കിടക്കും. അപ്പോൾ നിങ്ങൾ ഈ നിയോഗം വെച്ച് നിങ്ങളുടെ കുടുംബത്തിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് അവരോട് ഇങ്ങനെ ഇനി അടുത്ത് വരുന്ന 33 ദിവസം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ 33 ദിവസം അടുപ്പിച്ച് ഇതേ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി അവരോട് പറയണം. ഇങ്ങനെ തടസ്സത്തിലിരിക്കുന്നവരോട് ഈ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു, വീണ്ടും ഇതെടുത്ത് അങ്ങനെ അടുപ്പിച്ച് നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നോ അത്രയും കൃപ നമ്മളിലേക്ക് നിറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് 24-ാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ ചിലർക്ക് തെറ്റായ സ്നേഹബന്ധങ്ങൾ, അന്യജാതികളുമായിട്ടുള്ള ബന്ധങ്ങൾ, പ്രേമ കൂട്ടുകെട്ടുകൾ, യുവതിവാക്കന്മാർ വിശ്വാസം ഉപേക്ഷിച്ച്, വിശ്വാസം വേണ്ട, പ്രാർത്ഥന വേണ്ട, അവർ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള വ്യക്തികളുടെ പിന്നാലെ പോകണം. അത് മാതാപിതാക്കൾക്ക് വലിയൊരു വേദനയാണ്. ഒരു കുടുംബത്തിൽ ഒരാളല്ല, ചിലപ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരും പോയതൊക്കെ എനിക്കറിയാൻ പറ്റും. അക്രൈസ്തവരായ ആളുകളുടെ പിന്നാലെ പോകുന്ന ഒരു സ്വഭാവം. കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും അങ്ങനെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇതുപോലോടൊപ്പം തന്നെ നമ്മുടെ നിയോഗങ്ങൾ, നമുക്ക് മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, അതുപോലെ പാപത്തിലിരിക്കുന്നവർ, അനുതാപമില്ലാത്തവർ, അവരെല്ലാം ഈ കുരിശിൻ്റെ വീട്ടിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കും. ഈശോ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. നിത്യനായ ദൈവമേ, ഈ ലോകത്തിലുള്ള ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി അവിടുന്ന് പരിഹാരം ചെയ്തല്ലോ. ദൈവമേ, ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴിയിൽ ഞങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, ആകുലതകൾ, കടബാധ്യത, ഞെരുക്കം, മക്കളില്ലാത്ത അവസ്ഥകൾ, ജീവിതത്തിൽ പാപഭാരങ്ങൾ, തഴക്കദോഷങ്ങൾ, വ്യഭിചാരം, മദ്യപാനം, പുകവലി, എല്ലാ മേഖലകളിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കുരിശ് മരണത്തിൻ്റെ അനന്തയോഗ്യതയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹായെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പീലാത്തോസിൽ അരവന നമ്മുടെ മുമ്പിൽ ഇതാ. അവിടെ കർത്താവ് വിധി കാത്തു നിൽക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാതെ നന്മ മാത്രം ചെയ്ത കർത്താവ് ഇതാ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു. അവിടുന്ന് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ചമ്മട്ടിയടിയേറ്റും മുൾമുടി ധരിച്ചും വികൃത രൂപത്തിൽ നിൽക്കുന്ന ഈശോയെ കാണാം. കുരിശ് മരണം ഏറ്റെടുക്കാൻ നിൽക്കുമ്പോൾ ദൈവമേ, ഇതുപോലെ എത്രയോ സഹനത്തിലൂടെ കടന്നു പോകുന്നു ഞാൻ. എത്ര പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലാത്തത്, എത്ര സ്ഥലങ്ങളിൽ പോയി. ഈശോയെ, ഇതാ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ്റെ മാനസാന്തരം, എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരം, ഭാര്യയുടെ കണ്ണുനീർ, കുടുംബത്തിൽ വീഴുന്ന കണ്ണുനീരിൻ്റെ കണക്കുകൾ, ഭാര്യയുടെ മാത്രമല്ല സകലരുടെയും. ഒരു തെറ്റും ചെയ്യാതെ നിശബ്ദമായി സഹിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ സമർപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ഈശോയെ പീലാത്തോസ് അന്യായമായി വിധിച്ചു. ഭാരമുള്ള മരക്കുരിശ് ഈശോയുടെ തോളിലേക്ക് വെച്ചു കൊടുത്തു. ഇതാ മുൾക്കിരീടം ധരിച്ച് തോളിൽ കുരിശ് മാന്തി നടന്നു നീങ്ങുന്ന ഈശോ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭാരം മുഴുവൻ ചുമക്കുന്ന കർത്താവ്. ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം, ദുഃഖങ്ങൾ എനിക്ക് തളം കെട്ടി നിൽക്കുകയാണ് കർത്താവ്. മക്കളെ ഓർത്തിട്ടുള്ള ഉത്കണ്ഠകൾ, അവരുടെ വിവാഹം, അവരുടെ ഭാവി ജീവിതം, അതുപോലെ അവരുടെ ജോലി, ഭർത്താവിൻ്റെ വലിയ കടബാധ്യത, കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, വീട്ടിൽ ഒന്നിനു പറയുക ഒന്നായി രോഗങ്ങൾ, പീഡകൾ, അസ്വസ്ഥതകൾ, ബിസിനസ് പരാജയം, കൃഷി പരാജയം, ജോലി നഷ്ടങ്ങൾ, വലിയ ക്ലേശത്തിലൂടെ കടന്നു പോവുകയാണ്. എഴുന്നേൽക്കുമ്പോൾ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ചുമലിൽ വലിയ ഭാരമാണ്. നടക്കാൻ പറ്റുന്നില്ല കർത്താവേ. എല്ലാ ഭാരങ്ങളും ഈശോയെ അവിടുത്തെ കുരിശോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ, സഹായിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ടുള്ള ആ യാത്രയിൽ അവിടെ നിന്ന് മുട്ടുകുത്തി നിലത്ത് വീണത് ഞാൻ ഓർക്കുകയാണ് കർത്താവേ. എൻ്റെ ജീവിതഭാരം, ക്ലേശങ്ങൾ പലപ്പോഴും എന്നെ നിലത്തേക്ക് വീഴിക്കാൻ തക്ക വിധത്തിൽ അത്ര കഠിനമാണ്. ആരോട് പറയാൻ കർത്താവ് എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ? പുറമേ നിന്ന് നോക്കുന്നവർ പറയും, എന്താ അവർക്കൊരു കുറവ്? ഇഷ്ടംപോലെ സമ്പത്ത്, ജീവിത സൗകര്യങ്ങൾ, മക്കൾ, വാഹനങ്ങൾ, ബിസിനസ് സാമ്രാജ്യങ്ങൾ. പക്ഷേ എൻ്റെ ഉള്ളിൽ വലിയ ഭാരമാണ്. മറ്റു ചിലർക്ക് ഒന്നുമില്ല, മുമ്പോട്ട് പോകാൻ ഒരു ചെറിയ കച്ചത്തിരിവ് പോലും ഇല്ല. മുമ്പിൽ എല്ലാ വാതിലും കൊട്ടി അടയ്ക്കപ്പെട്ടു. ദൈവമേ, ഉള്ളവർക്കുള്ളതിനെ കുറിച്ചുള്ള ദുഃഖങ്ങൾ പലപ്പോഴും വീഴുകയാണ്. ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, ഭാര്യ മനസ്സിലാക്കുന്നില്ല, മക്കൾ മനസ്സിലാക്കുന്നില്ല. ഓടിയതും ഓടുന്നതും വ്യർത്ഥമാകുന്നത് പോലെ അതെല്ലാം കർത്താവെ ഉള്ളിൽ വെച്ച് ഞാൻ പലപ്പോഴും തളർന്നു വീഴുകയാണ്.
ഒരാൾ പോലും ആശ്വസിപ്പിക്കാനില്ല. ദൈവമേ, എൻ്റെ സങ്കടങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ഞാൻ എൻ്റെ അവസ്ഥകളും എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന കൈപ്പേറിയ ആ സാഹചര്യങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിൽ മക്കൾ ജനിക്കുന്നില്ല, വീട് പണിയാൻ പറ്റുന്നില്ല, വിദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ല, കടബാധ്യത മാറുന്നില്ല. എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം. വീഴ്ചയിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ വഴി വിളിച്ച് തൻ്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശ് യാത്ര ഇതാ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. സങ്കടകരമായ, ഹൃദയം ഭേദിക്കുന്നൊരു കാഴ്ച. 10 മാസം നൊന്ത് പ്രസവിച്ച് ജന്മം നൽകിയ സ്വന്തം പുത്രനെ കൊലക്കളത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന അദാരുണമായ കാഴ്ച കണ്ട് വിങ്ങിപ്പൊട്ടുന്നൊരു മാതൃഹൃദയം. ഈശോയെ, സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പരിശുദ്ധ അമ്മ. ആ കണ്ണുകളിൽ നിന്ന് ഒഴുകിയത് കണ്ണുനീരല്ല, ചുടുരക്തം. ദൈവമേ, ഇതുപോലെ ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ ദുർസ്വഭാവത്തെ ഓർത്ത് കരയുന്നുണ്ട്. അനുസരണക്കേടിൻ്റെ മക്കള്, ഭക്ഷണ സ്വഭാവം, നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ലഹരിയുടെ അടിമത്തങ്ങൾ, തെറ്റായ സ്നേഹബന്ധങ്ങൾ, പ്രേമ കൂട്ടുകെട്ടുകൾ, വിവാഹത്തിന് മുമ്പ് തന്നെ പല വിധത്തിലുള്ള തിന്മകളും അശുദ്ധിയിലും വീണ് വിദ്യാഭ്യാസം പകുതി വെച്ച് നിർത്തി, ജോലിയില്ല, കുടുംബത്തിലെ വീട്ടിൽ മുറി കയറി വാതിലടച്ച്, ദൈവവിശ്വാസമില്ല, ഭക്തിയില്ല, പ്രാർത്ഥനയില്ല, വചനവായനയില്ല, ആരാധനയില്ല, കുമ്പസാരമില്ല, ഇങ്ങനെ ഇരിക്കുന്ന മക്കൾ, അതുപോലെ ജീവിത പങ്കാളിമാർ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, അവരെ ഓർത്ത് കരയുന്ന ഓരോരുത്തരെയും ഹൃദയം ഭേദിക്കുന്ന വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുറവുകളെല്ലാം എടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണം. എന്നിട്ട് ഞങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ അവിടുത്തെ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ തളർന്ന് അവശനായി, കുരിശ് ചുമക്കാൻ പറ്റുന്നില്ല, ഒരു കാല് മുമ്പോട്ടെടുത്ത് വെക്കാൻ പറ്റാത്ത വിധത്തിൽ രക്തം വാർന്നു, തല കറങ്ങുന്നു. സങ്കീർത്തനത്തിൽ 22-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ എന്നെ നാവ് അണ്ണാക്കിനോടൊട്ടി, എന്നെ നാവ് അണ്ണാക്കിനോടൊത്തി.
ഒരിറ്റ് വെള്ളം പോലും പകർന്നാരാരുമില്ല. സംഗീതം 123:3 പറയുന്ന പോലെ അവർ എൻ്റെ മുതുകിൽ ഉഴുതു, നീളത്തിൽ ഒഴിവ് ചാലുകൾ കീറി. തുപ്പലിൽ നിന്നും നിന്ദയിൽ നിന്നും മുഖം മറയ്ക്കാതെ എല്ലാ സഹനങ്ങളും എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി സഹിച്ചുകൂടി നടന്നു ഈശോയെ, വീണ്ടും ഞാൻ അങ്ങേക്ക് ഭാരപ്പെടുത്തുകയാണല്ലോ. എൻ്റെ കഠിനമായ ഹൃദയം, എൻ്റെ കോപം, എൻ്റെ അവിശ്വസ്തത, എൻ്റെ തെറ്റായ ജീവിത രീതികളെല്ലാം കർത്താവെ അവിടുത്തെ ഭാരപ്പെടുത്തുന്നു. കർത്താവെ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ കൈ പിടിച്ച് നടക്കാൻ വേണ്ട കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, ജീവിത സാഹചര്യങ്ങൾ, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന കണ്ണുനീര്, കടഭാരം, വാടക വീട്ടിൽ കിടന്ന് സങ്കടപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ സ്ഥലം ഒന്ന് വിറ്റാൽ, എൻ്റെ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ കർത്താവ് എന്നെ സഹായിക്കണം. എല്ലാം ഞാൻ അങ്ങയുടെ സ്ഥലത്തേക്ക് സമർപ്പിക്കുക. ഹൃദയം തുറന്ന് സമർപ്പിക്കുന്നു. കർത്താവെ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 6 സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ദൈവഭക്തിയും തീഷ്ണതയും സഹതാപ ഹൃദയമുള്ള വെറോനിക്ക ഈശോയെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം ഒത്തിരിയേറെ വേദനിച്ചു. ഈശോ തളർന്ന് വീഴുന്നതും ഒരിറ്റ് വെള്ളം പോലും തൊട്ട് നാവിൽ കൊടുക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ കണ്ട് അവൾ ഇതാ ഈശോയുടെ സ്ഥലത്തിലേക്ക് ഓടിയെത്തുകയാണ്. ആ മുഖം ചോര നിറഞ്ഞു നിന്നിരുന്ന ആ മുഖം അവൾ തുവാല കൊണ്ട് ഒപ്പിയെടുത്തു. ഈശോയുടെ മുഖം ആ തുവാലിൽ പതിയാൻ തക്ക വിധത്തിൽ കർത്താവിന് സ്നേഹം ഒഴുകി. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകളുണ്ട്. പലപ്പോഴും ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ചു. ആരും സഹായിക്കാത്ത അവസ്ഥയോർത്ത് ഞാനിന്ന് വേദനിക്കുകയാണ്. എന്നാൽ കർത്താവെ, എൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്ന് എന്നെ സഹായിക്കണം. അവിടുന്ന് കടന്നു വരും എന്ന് വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുക, അവിടെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 7 സ്ഥലം ഈശോ മിശിഹ 2ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, അവിടുന്ന് 2ാം പ്രാവശ്യം കുരിശിൽ കൊണ്ട് നിലത്ത് വീണത് എൻ്റെ ഈ ലോക ജീവിതത്തിൽ ഞാൻ വരുത്തി വെച്ചിട്ടുള്ള ദൈവനിഷേധം, പാപം, അശുദ്ധി, ഇതെല്ലാമാണല്ലോ കർത്താവ്. പ്രത്യേകിച്ച് ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ.
തലമുറകളായിട്ട് മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, ആഭിചാരം, കൈവിഷം, കുട്ടിച്ചാത്ത സേവ, കടപ്പറ്റ സേവ, വെച്ച് പൂജ, ബ്ലാക്ക് മാസ്, അതുപോലെ അതിനോടനുബന്ധിച്ച് മറ്റ് പലതരത്തിലുള്ള തിന്മകൾ തലമുറകളായിട്ട് 7 തലമുറകളായി ചെയ്തു കൂട്ടിയ ദൈവനിഷേധ പ്രവൃത്തികളെ ഓർക്കാണ് കർത്താവേ. ഇന്ന് കുടുംബമായി തകർന്ന് തരിപ്പണമാകാൻ കർത്താവെ കാരണമാക്കിയ ദൈവ കൽപ്പന ലംഘനത്തെ ഓർത്ത് ഞാൻ മനസ്തപിക്കുന്നു. കരുണ തോന്നണ കർത്താവെ, എൻ്റെ എല്ലാ കടകളും വിളച്ച് എന്നെ കൈപിടിച്ച് ഉയർത്തി എല്ലാ മേഖലകളിലും ഉയർച്ച നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 8ാം സ്ഥലം, ഈശോ മിശിഹ ഓർസ്ലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓർസ്ലേത്തിന് തിരുവീതിയിലൂടെ കുരിശും വഹിച്ചുകൂടെ നടന്നു പോകുന്ന കർത്താവിനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ത്രീജനങ്ങൾ വാവിട്ട് നിലവിളിച്ചു. അവരുടെ ഹൃദയം സഹതാപാർത്തിരമായി. കർത്താവ് അവരെ നോക്കി പറയാം, നിങ്ങൾ എന്നെ നോക്കി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും മക്കളെയും ഓർത്ത് എൻ്റെ സന്നിധിയിൽ വിലപിക്കുവിൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബം തകർച്ചയിലാണെങ്കിൽ എൻ്റെ തലമുറകളെ നോക്കി വിലപിക്കാം. പാപത്തോടെ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നവർക്ക് വേണ്ടി നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളെ നശിപ്പിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ തലമുറകളിൽ വന്നിട്ട് എല്ലാ വീഴ്ചകളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ. കടവെല്ലാം വിളച്ച് കൂടുതൽ തീക്ഷ്ണതയും ശക്തിയും നൽകി വലിയ ഉയർച്ചയും വിടുതലും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9ാം സ്ഥലം, ഈശോ മിശിഹ 3ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, അവിടുത്തെ 3ാം പ്രാവശ്യം വീണത് എൻ്റെ പാപങ്ങളുടെ കാഠിന്യം കൊണ്ടാണല്ലോ. കർത്താവെ, ഇന്ന് പ്രമാണ ലംഘനങ്ങളോടൊപ്പം തിരുസഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ, സമർപ്പിതർക്കെതിരെ, അധ്യാപകർക്കെതിരെ, ജീവിത പങ്കാളി, മക്കൾ, അവർക്കെതിരെ എല്ലാം സംസാരിച്ച് കർത്താവെ അങ്ങ് വേദനിപ്പിച്ചു. കർത്താവെ, അതുപോലെ ജഡത്തിൻ്റെ ആസക്തി, മദ്യപാനം, പുകവലി, ഹാൻസ്, ലഹരി വസ്തുക്കൾ, അടിമത്തങ്ങൾ, അതുപോലെ വിഷയാസക്തി, സ്വയംഭോഗം, സ്വർഗഭോഗം, വ്യഭിചാരവും, അശുദ്ധിയും, മ്ലേച്ഛതയും, ബ്ലൂബലിയും എല്ലാം ഞാൻ വീണുപോയി. കർത്താവെ, ഈ വീഴ്ചകളിൽ നിന്ന് എന്നെയും എൻ്റെ തലമുറകളെയും കൈപിടിച്ചുയർത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം, ഈശോ മിശിഹായുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരി മലയുടെ നെറുകയിലെത്തിയപ്പോൾ രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞു മാറ്റി, നഗ്നനാക്കി. ഈശോയെ പരിഹാസ രാജാവിനെ പോലെ അവർ മുമ്പിൽ നിർത്തി. കർത്താവേ, എൻ്റെ മ്ലേച്ഛകരമായ ജീവിതത്തിന് പരിഹാരം അവിടുന്ന് ചെയ്തല്ലോ. അവിടുന്ന് തന്നെ നഗ്നനാക്കിക്കൊണ്ട് എൻ്റെ അശുദ്ധ ജീവിതത്തിന് പരിഹാരം ചെയ്തു. ഇന്ന് കർത്താവെ, വീണ്ടും ഞാൻ അങ്ങേ വേദനിപ്പിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ വീഴ്ചകളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്ന കർത്താവെ, സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുത്ത കർത്താവിനെ അവർ കൈകളും കാലുകളും തൂക്കിയെടുത്ത് ആ മരക്കുരിശിലേക്ക് ഇട്ടു. എന്നിട്ട് രക്തം വാർന്ന് കൂഞ്ഞിക്കൂടി കൊച്ചി പിടിച്ചിരുന്ന കൈകൾ ആണിപ്പഴുതിലേക്ക് വലിച്ചു നീട്ടി. എന്നിട്ട് ആ പച്ചയായ മാംസത്തിൽ അവിടുന്ന് ആണിയടിച്ച് കയറ്റി. അവിടുന്ന് വാവിട്ട് നിലവിളിച്ചു, കർത്താവേ, ഇന്ന് ഞാൻ വേദനിക്കുകയാണ് കർത്താവ്. എൻ്റെ അസ്ഥി ഒടിയുന്ന തക്ക വിധത്തിൽ വലിയ ഭാരം എനിക്കുണ്ട്. വലിയ ഭാരം, ആരോടും പറയാത്ത ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, മുമ്പോട്ട് പോകാൻ പറ്റാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവർ, ഉള്ളിൽ ചങ്ക് പൊട്ടുന്ന വേദനയോടെ പ്രാർത്ഥിച്ച മക്കളെ, എത്ര വലിയ വേദനയാണെങ്കിലും കുരിശിതനായ കർത്താവ്, കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവ് നിന്നെ കൈപിടിച്ചുയർത്തും. ഉറപ്പ്, അവിടുന്ന് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോ മിശിഹാ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് വാവിട്ട് നിലവിളിക്കുക, കർത്താവേ, ഇന്ന് ഈശോയെ പോലെ ഈ ലോകത്തിൽ
ഒരു രക്ഷയുമില്ല, ഒരു കാര്യത്തിനും രക്ഷയില്ല. വാവിട്ട് നിലവിളിക്കുന്ന ഈ വൈതലെ, നീ വലതുവശത്ത് കിടക്കുന്ന കള്ളന്റെ നേരെ നോക്കുക. അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാവീദിന്റെ പുത്ര, അവിടുന്ന് പരദീസയിലായിരിക്കും, എന്നെ ഓർക്കണം. ഇപ്പൊ നീ പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ കടബാധ്യത, എൻ്റെ ജോലി തടസ്സങ്ങൾ, വിദേശയാത്ര തടസ്സങ്ങൾ, വീടില്ല, മക്കളുടെ അനുസരണക്കേട്, മദ്യപാനം, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ, ജീവിതം തകർന്ന അവസ്ഥ, എട്ടമ്പലം തിരിയാൻ പറ്റാത്ത അവസ്ഥ, എന്നെ രക്ഷിക്കണമേ അപ്പാ, രക്ഷിക്കണമേ എന്ന് പാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഈശോ ഇപ്പോൾ നിന്നെ സഹായിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജീവൻ നെറ്റുപോയ വിറങ്ങലിച്ച മൃതശരീരം, ഈശോയുടെ മൃതശരീരം പരിശുദ്ധമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ ആ ഹൃദയം എത്രമാത്രം വേദനിച്ചു. കർത്താവെ, ഇതുപോലെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ് എൻ്റേത്. എൻ്റെ സങ്കടം ആരോടും പറയാൻ പറ്റാത്ത വിധത്തിൽ സങ്കടം, അതുമല്ലെങ്കിൽ മറ്റ് പലതരത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളെയും പരിശുദ്ധ അമ്മയോടൊപ്പം ഞാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അനന്തര പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാഖാർണ യോസേഫ്, നിക്കോദെമോസ്, മറ്റെല്ലാവരും ചേർന്ന് ഈശോയുടെ മൃതശരീരം സുഗന്ധദ്രവ്യം പൂശി കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവെ, എൻ്റെ ശരീരത്തിലും ഹൃദയത്തിലും ഞാൻ ചെയ്ത പാപങ്ങൾ ഈശോയുടെ ഒപ്പം ഞാനും ഇന്ന് സംസ്കരിക്കുകയാണ്. ഒരു ഉദ്ധാനം നൽകാൻ തക്ക വിധത്തിൽ ഒരു ഉയർപ്പ്, ഒരു പ്രകാശം സ്വീകരിക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഈ കുരിശിന് വഴിയിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് തന്ന അനുതാപം, സങ്കടം, പാപബോധം അതെല്ലാം ഏറ്റുപറയാൻ തക്ക വിധത്തിൽ എന്നെ സഹായിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെയും അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ,
ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. കർത്താവെ, ഈ സമാപന പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ എല്ലാ വേദനകളും സമർപ്പിച്ചതോടൊപ്പം എന്നെ വേദനിപ്പിച്ചവർ, സങ്കടപ്പെടുത്തിയവർ, ആഴത്തിൽ മുറിവേൽപ്പിച്ചവരൊക്കെയുണ്ട്. എല്ലാവരോടും ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആരോടും എനിക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല. വഞ്ചിച്ചവരുണ്ട്, ചതിച്ചവരുണ്ട്, വിശ്വസിച്ച് കൂടെ നിർത്തിയവർ നമ്മളെ ഒന്നുമല്ലാത്ത പോലെ ആക്കിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ സഹനത്തിന് കാരണം പലരുമാണ്, എൻ്റെ പരാജയത്തിന് കാരണം പലരുമാണ്, എന്നെ ഒരു പരിഹാസപാത്രമാക്കിയവർ പലരുമാണ്. എല്ലാവരും ക്ഷമിക്കുന്ന കർത്താവേ, ഈ ഒരു ക്ഷമ എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ തലമുറയുടെ അനുഗ്രഹത്തിനും കാരണമാകട്ടെ. കർത്താവേ, എനിക്ക് മുമ്പേ എന്നെ തലമുറയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവ് സന്നിധിയിലെല്ലാം സമർപ്പിക്കാം. ഒരു മനസ്താപ്രവർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് ദൈവിക ആരാധനയിലേക്ക്, വിടുതൽ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോയിലേറ്റ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദീപികാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിക്കുകയാണ്. കർത്താവെ, പ്രത്യേകമായ വിധത്തിൽ ഞങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ച നിയോഗങ്ങളുണ്ട്. അതുപോലെ ഞങ്ങളുള്ള തഴക്ക ദോഷങ്ങളുണ്ട്, പാപക്കൂട്ടുകെട്ടുകൾ, പാപബന്ധനങ്ങളുണ്ട്. തലമുറകളായിട്ട് ഞങ്ങളെ കടന്നു വന്ന തിന്മയുടെ സ്വാധീനങ്ങളുണ്ട്. അതെല്ലാം ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് അന്യജാതികളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഒന്നുകൂടെ പറഞ്ഞാൽ തെറ്റായ സ്നേഹബന്ധം, പ്രേമ കൂട്ടുകെട്ടുകൾ, അഭിഹിത ബന്ധങ്ങൾ, അഭിഹിത വീഴ്ചകൾ, എൻ്റെ വിശ്വാസത്തെയും എൻ്റെ ദൈവത്തെയും തള്ളിപ്പറയാഞ്ഞ് മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നു പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിൽ കുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അരൂപികളെ അവിടെ നിന്ന് മാറ്റണമേ. മാതാപിതാക്കളായ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെയോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രവൃത്തികൾ വഴിയായിട്ട് കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ, അതുപോലെ ഇതിനോടനുബന്ധിച്ച് മറ്റ് പ്രതിബന്ധങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞാൻ ഇതാ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. ജെറമിയ 38 വചനത്തിൻ്റെ പ്രതിശക്തി നൽകട്ടെ. കഴുത്തിലെ മുഖം കർത്താവ് മുഖം ഒട്ടിക്കണം, കെട്ടിപ്പൊട്ടണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ കൽപ്പിക്കുന്നു, അന്ധകാര ശക്തികൾ മക്കളിൽ നിന്നും വിട്ടുമാറി വിടുതൽ പ്രാപിക്കട്ടെ. തിന്മയുടെ ദുർമോഹ ശക്തികളെ, ജഡത്തിന്റെ തിന്മയുടെ ദുർമോഹ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാ വാളെടുത്ത് എതിർക്കുവിൻ, യേശുവിൻ നാമത്തിൽ